എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ നമ്മൾ പാലപ്പം ഉണ്ടാക്കാൻ പോയണേ. രാവിലെയാണ് അരിയൊക്കെ അരച്ച് വെച്ചത്. അരി എല്ലാം വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമ്മൾ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെയാണ് അരച്ച് വയ്ക്കുന്നത്. അപ്പോൾ ഒരു 2 മണിക്കൂറിന് ശേഷമാണ് കേട്ടോ നന്നായിട്ട് മാവ് പൊളിച്ച് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാലപ്പം ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് പാലപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് ഗ്രീൻ പീസ് കറിയാണേ. ഗ്രീൻ പീസ് തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഗ്രീൻ പീസ് കഴുകി കുക്കറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ്, ഒരു സവോള, ഒരു ക്യാരറ്റ്, പച്ചമുളക്, അല്പം ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് വെള്ളമൊഴിച്ച് അതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അത് ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചീനച്ചട്ടി വെച്ചിട്ട് നമുക്ക് ഒന്ന് വഴറ്റാനുണ്ട്. തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് കറി ഉണ്ടാക്കണം. ഞാൻ കറി വയ്ക്കുന്നതിൻ്റെ വീഡിയോ പല പ്രാവശ്യം അതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, ഗ്യാസ് തീർന്നിട്ട് ഭയങ്കര പാടായിരുന്നു. അത് ഒരു പ്രാവശ്യം നമ്മൾ പാത്രം വെച്ചത് കൊണ്ട് വലിയ കരിയൊന്നും ആയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അലുമിനിയം കുക്കറായിരുന്നു ഗ്യാസ് ഇല്ലാഞ്ഞ സമയത്ത് അടുപ്പിൽ കൊണ്ടുവച്ചത് അലുമിനിയം കുക്കറായിരുന്നു. അത് ഒരു പ്രാവശ്യമല്ലേ വെച്ചുള്ളൂ, കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ അത് തേച്ചെടുക്കാൻ പറ്റി, കരിയൊക്കെ കളഞ്ഞ് പെട്ടെന്ന് എടുക്കാൻ പറ്റി. അപ്പോൾ ഞാൻ ഒരു പാത്രം ചീനച്ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് പിന്നെ ഒരു തക്കാളി അരിഞ്ഞതും അല്പം കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ടേ. അപ്പോൾ അതെല്ലാം ഒന്ന് വഴന്ന് വന്നിട്ട് നമുക്ക് അതിലേക്ക് അരച്ച് വെച്ചതും കൂടി ചേർക്കണം. അപ്പോൾ അരച്ച് വെച്ചിട്ടുണ്ട് തേങ്ങ, ഒരു സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ അല്പം പെരിഞ്ചീരകം, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം കൂടെ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ തക്കാളി വഴന്ന് വന്നപ്പോൾ അതിലേക്ക് അരച്ച് വെച്ച കൂട്ടും കൂടെ അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഗരം മസാല പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അല്പം ഗരം മസാല പൊടിയും കൂടെ ചേർത്തിട്ടാണ് പിന്നെ നമ്മൾ അതിലേക്ക് വേവിച്ച് വെച്ച ഗ്രീൻ പീസൊക്കെ ചേർത്തെടുക്കുന്നത്. അപ്പോൾ ഗ്യാസ് തീർന്ന കാര്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞെങ്കിലും നമുക്ക് ഇത് വാടക വീടല്ലേ. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ഈ കിച്ചണിലെന്ന് പറഞ്ഞാൽ ഇതിൽ വിറകടുപ്പില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഗ്യാസ് വെച്ചിട്ട് മാത്രമാണ് നമ്മളിവിടെ എല്ലാം വേവിക്കുന്നത്. പിന്നെ ചോറാണെങ്കിൽ നമ്മൾ അരി തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിലേക്ക് മാറ്റും. പിന്നെ അത്യാവശ്യം നമുക്കിപ്പോൾ ആരെങ്കിലുമൊക്കെ വരുമെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് തന്നെ വർക്കേരിയുടെ പുറത്ത് അടുപ്പ് കൂട്ടി അവിടെയാണ് വലിയ കലം വെച്ചിട്ട് നമ്മൾ വീട്ടിലുള്ളവരെ കൂടാതെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ പുറത്തടുപ്പിൽ വെച്ചിട്ടാണ് ചോറൊക്കെ വെക്കുന്നത്. പിന്നെ നമ്മൾ വെള്ളം ചൂടാക്കി എടുക്കാനൊക്കെ ആയിട്ടാണ് നമ്മൾ പുറത്ത് നമ്മൾ റെഡിമെയ്ഡ് മേടിക്കാൻ കിട്ടുന്ന അടുപ്പില്ല, അത് വെച്ചിട്ടാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ വാടക വീടാകുമ്പോൾ നമുക്ക് മാറ്റങ്ങൾ വരുത്താനോ ഒന്നും ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ. അതേ നമ്മുടെ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനതിലേക്ക് ഒരു കടുകും കൂടെ താളിച്ചൊഴിക്കേണ്ടി, ഇതിൻ്റെ ആവശ്യമില്ല, വേണമെന്നുണ്ടെങ്കിൽ കടുക് താളിച്ചൊഴിച്ചാൽ മതി, അല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണെങ്കിലും ഒന്ന് എടുത്താൽ മതി, ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ കുറച്ച് കട്ടൻ ചായയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ രാവിലെ എന്ത് കഴിച്ചാലും, അപ്പോൾ ഇടിയപ്പോൾ എന്ത് കഴിച്ചാലും ഞങ്ങൾക്ക് അതിൻ്റെ കൂടെ കട്ടൻ ചായ നിർബന്ധമാണ്. അപ്പോൾ അതേ നമ്മുടെ പാലപ്പം ഇതായിരുന്നു കേട്ടോ, എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ കാപ്പുകൂടി എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ നമുക്ക് ഉച്ചയ്ക്കത്തേക്ക് കറിക്ക് കിട്ടിയതേ ഇതൊരു വങ്കടയെന്ന് പറയും, വങ്കട മീനാണ്. അതിൻ്റെ പുറത്തിങ്ങനെ അരവുള്ളൊരു മീനാണ്. അപ്പോൾ അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കൂട്ടുമീൻ തരം ഉണ്ടായിരുന്നു, അതിൽ കൊച്ചയിലായിരുന്നു കൂടുതലും. അപ്പോൾ അത് നമുക്ക് പിറ്റേ ദിവസത്തേക്കും ആകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അതും കൂടെ വാങ്ങിയത്. പച്ച മീനായതുകൊണ്ട് നമ്മളത് വാങ്ങിച്ചതാണ്, അല്ലെങ്കിൽ നമ്മളൊരു ടൈപ്പ് മീനേ വാങ്ങാറുള്ളൂ. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീനാക്കിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വങ്കട ഞാൻ തേങ്ങ അരച്ച് കറി വയ്ക്കാൻ വീണു. പിന്നെ കുറച്ച് ബീൻസും ഒരു ക്യാരറ്റ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വെറുതെ വെച്ച് അത് വാടി അങ്ങ് പോകത്തേ ഉള്ളൂ. അപ്പോൾ ഉള്ളത് ക്യാരറ്റും പയറും കൂടി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞെടുത്തിട്ട് അതൊന്ന് തോരനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചതാണ്. അപ്പോൾ ഉച്ചയ്ക്ക് നമുക്കിന്ന് കറിക്ക് തോരനും ഉണ്ടാക്കി വങ്കട തേങ്ങ അരച്ച് കറിയും വയ്ക്കാൻ വേണം. അപ്പോൾ അരപ്പ് ഞാൻ ആദ്യം കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അരപ്പ് തിളച്ച് കഴിഞ്ഞിട്ട് മീൻ കഷ്ണങ്ങളെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുകയാണേ. ഒരുപാട് മീൻ പൊടിഞ്ഞ് പോകത്തില്ല, അത് നമ്മളിങ്ങനെ തിളപ്പിച്ചിട്ടാണ് ഇടുന്നത്. ഞാൻ 2 ടൈപ്പിലും ചെയ്യും, അരപ്പും മീനും കൂടെ കൂട്ടിയും വയ്ക്കും, അതല്ല ഇങ്ങനെയും തിളപ്പിച്ചും ഇടാറുണ്ട്. പൊടിമീൻ തരാണെങ്കിലും കൂടുതലും നമ്മളിങ്ങനെ അരപ്പ് തിളപ്പിച്ചിട്ടല്ലേ ഇടുന്നത്. അപ്പോൾ കറിയെല്ലാം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അപ്പോൾ അതും തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് തോരത്തിനുള്ള തേങ്ങ ഒതുക്കിയതുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ അങ്ങോട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് ഞാനും മോളും കൂടെ ഒന്ന് സൂപ്പർ മാർക്കറ്റ് വരെ പോകുന്നുണ്ട്. നമ്മുടെ അടുക്കള സാധനങ്ങളെല്ലാം തീർന്നിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് വാങ്ങണം. അപ്പോൾ ഊണ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കടയിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ കറികളെല്ലാം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ആ പൊടിമീനല്ലല്ലോ, അയിലക്കുഞ്ഞില്ലേ,
അത് ഒന്ന് മുളകിൽ റെഡിയാക്കി വെക്കണം. അപ്പോൾ പിറ്റേ ദിവസം കൂട്ടാനായിട്ട് നമ്മൾ ഇന്നുണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പിറ്റേ ദിവസം കൂട്ടാനായിട്ട്. ഈ മതിലേ കൂടെ വരുന്ന ആളിനെ കണ്ട, ഇത് എപ്പോഴും നമ്മൾ വീടുകളിൽ ഇപ്പോൾ കാണാറുണ്ട്, അപൂർവമായിട്ട് മാത്രമായിരിക്കും നമ്മൾ കാണുന്നല്ലേ. ഓന്തെന്ന് പറയും കേട്ടാ, ഓന്ത്. പണ്ട് എപ്പോഴും കാണുമായിരുന്നു, എവിടെ നോക്കിയാലും കാണും. പക്ഷെ ഇപ്പോൾ അപൂർവമായിട്ട് വല്ലപ്പോഴും ഒന്ന് കണ്ടെങ്കിലായി. അപ്പോൾ ഞാനൊന്ന് കൗതുകം തോന്നിയപ്പോൾ ഒരു വീഡിയോ ഒക്കെ എടുത്തു വെച്ചതാണേ. അങ്ങനെ ഊണെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഊണ് കഴിയെല്ലാം കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് നല്ല വെയിലല്ലേ, അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് ഒരു 4 മണിയൊക്കെ ആയിട്ട് കടയിൽ പോകാമെന്നൊക്കെ അങ്ങനെ വിചാരിച്ചു. സൂപ്പർ മാർക്കറ്റിലാണ് പോകുന്നത്. അപ്പോൾ ദേ നല്ല മഴക്കാർ വെക്കുന്നുണ്ടായിരുന്നു, നല്ല കാറ്റും അടിക്കുന്നുണ്ട്. ചിലപ്പോൾ കാറ്റടിച്ച് ചിലപ്പോൾ മഴക്കാർ പോകും, എന്നാലും നല്ല മഴക്കാറായിരുന്നു. മാനത്ത് മഴക്കാർ കണ്ടതുപോലെ അത്രയ്ക്ക് അങ്ങോട്ട് പെയ്തില്ല കേട്ടോ, ഒന്ന് ചെറുതായിട്ടൊന്ന് ചാറിപ്പോയി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനും മോളും കൂടെ റെഡിയായി സൂപ്പർ മാർക്കറ്റിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ തൊട്ടപ്പുറത്തെ ചേട്ടൻ്റെ ഓട്ടോ വിളിച്ചിട്ടാണ് പോയത്. അങ്ങനെ ഞങ്ങൾ കടയിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഞാനും അനിക്കുട്ടിയും കൂടി ആയിരുന്നു പോയത്. ഇനിയിപ്പം അനിക്കുട്ടിക്ക് വേറെ അത്യാവശ്യം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനും മോളും കൂടി ഒന്ന് പോയത്. അങ്ങനെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് നമുക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം നമ്മൾ സെലക്ട് ചെയ്തെടുക്കുകയായിരുന്നേ. നല്ല ഫ്രഷ് പച്ചക്കറികളായിരുന്നില്ല. അപ്പോൾ ആദ്യം പച്ചക്കറി സെക്ഷനാണ് നോക്കിയത്. അപ്പോൾ അതെല്ലാം എടുത്ത് വെച്ചിട്ട്, അരിയും പച്ചക്കറിയെല്ലാം എടുത്ത് വെച്ചിട്ടാണ് പിന്നെ നമ്മൾ അകത്തേക്ക് പോയിട്ട് നമുക്ക് മറ്റുള്ള സാധനങ്ങളൊക്കെ വേണമല്ലോ, അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഓട്ടോ വിളിച്ചിട്ട് വേണം പോരാൻ. അപ്പോൾ അതെല്ലാം ഒന്ന് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണേ. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ട് ബില്ലെല്ലാം കൂട്ടി പിന്നെ തിരിച്ച് പോരാൻ നേരത്ത് ഓട്ടോ വിളിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നിട്ട് പിന്നെ വൈകുന്നേരത്തെ വിശേഷം എന്ന് വെച്ചാൽ അത്താഴം കഴിക്കാനായിട്ട് രാത്രിയിൽ ചോറിന് കറി അല്പം പോരാതെ ഉണ്ടായിരുന്നേ. തോരൻ കുറച്ചല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനത് ഒടിപ്പയർ എടുത്തിട്ട് അത് മെഴുക്ക് പുരട്ടാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ആ കൂട്ടുമീൻ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂടെ ചമ്പൻ എന്ന് പറഞ്ഞൊരു തരം മീനും ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കറി വയ്ക്കാൻ എടുത്തിട്ടില്ലായിരുന്നു, മസാല തേച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ വൈകിട്ടത് ഫ്രൈ ആക്കാൻ പോയണേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് തന്നേക്കലേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.